ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. വെൽക്കം ഒക്കെ ചെയ്യുന്ന കേട്ട് കഴിഞ്ഞാൽ എന്താ ഒരു വലിയ മഹാകാര്യം ചെയ്യാൻ പോവുകയാണെന്നൊക്കെ തോന്നുന്നല്ലേ? ഒന്നുമില്ല, നമ്മുടെ സ്ഥിരം പരിപാടികളൊക്കെ തന്നെ. ഇന്നിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ദോശയായിരുന്നേ, ദോശയും ഉള്ളിയും തേങ്ങയും കൂടെ അരച്ച ചമ്മന്തി ആയിരുന്നു. ഇപ്പോൾ ഉച്ചത്തേക്കുള്ള കൂട്ടാനും ഉപ്പേരിക്കൊക്കെ ഉള്ള കഷ്ണം വെജിറ്റബിൾസ് അരിയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നില്ലേ ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്പെഷ്യലാണ്. കയ്പ്പിക്ക, പാവയ്ക്ക എന്നൊക്കെ പറയുന്ന ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ് ഇന്നത്തെ നമ്മുടെ താരം. അപ്പം ഇത് അരിയുകയായിരുന്നു. അപ്പം തോന്നി നിങ്ങളോട് രണ്ട് കൊച്ചു വർത്താനം പറയാമെന്ന്. ഓക്കെ, അരിയലും എന്നെയും കൂടെ കാണിക്കാൻ നിർവാഹമില്ല കേട്ടോ. ഒന്നുകിൽ കുറച്ച് നേരം അരിയിൽ കാണും, അല്ലെങ്കിൽ കുറച്ച് നേരം എന്നെ കാണും. രണ്ടും കൂടെ കാണിക്കാൻ തൽക്കാലം നിർവാഹമില്ല. പിന്നെ ഇന്നലെ ഞാൻ പല്ല് ഫിക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. പലരും കമൻ്റൊക്കെ ഇട്ട് കണ്ടു. ഞാൻ എന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇത്രേ വേണ്ടു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം, അത് മാത്രമേ വേണ്ടൂ. അല്ലാതെ ഇപ്പം അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. നന്നാവുക എന്നൊക്കെ ഉദ്ദേശിച്ചത് അതാണ്. പിന്നെ ഇന്ന് ഉപ്പേരിക്ക് കയ്പ്പയ്ക്കയാണ്. പാവയ്ക്ക, ഇവിടെ കയ്പ്പയ്ക്ക എന്നൊക്കെ പറയും, പാവയ്ക്ക എന്ന് പറയാം, എന്ത് വേണമെങ്കിൽ പറയാം. പിന്നെ കൂട്ടാൻ വയ്ക്കുന്നത് ഉള്ളിയും ഉരുളൻകിഴങ്ങും വെച്ചിട്ട്, സവാള വലിയ ഉള്ളി, സവാളയും ഉരുളൻകിഴങ്ങും വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാലോ. അപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൊട്ടാരം സ്പെഷ്യൽ എന്ന് പറയുന്നത് മുളക് കൃഷിയാണ്. അപ്പോൾ ഇന്ന് ഇതുകൊണ്ട് ഉള്ളി ഉരുളൻകിഴങ്ങ് കൊണ്ട് മുളക് കൃഷിയാണ്. അമ്മേ, ഇന്ന് ഉള്ളി ഉരുളൻകിഴങ്ങ് കൊണ്ട് മുളക് കൃഷിയാണ് വെക്കുന്നത് കേട്ടോ. ഇച്ചിരി പരിപ്പൊക്കെ ഇട്ട് നല്ലതല്ലേ, തേങ്ങയും ജീരകമൊക്കെ അരച്ച് നല്ല സ്വാദാ. ഉള്ളി ഉരുളൻകിഴങ്ങും കൊണ്ട് എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് അല്ലേ. സാമ്പാർ വെക്കാം, മസാലക്കറി വെക്കാം. അതെനിക്ക് ചപ്പാത്തിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. മസാലക്കറി ഇതുകൊണ്ട് മസാലയുടെ ടേസ്റ്റ് എനിക്ക് ചപ്പാത്തിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ചോറ് കഴിക്കാൻ മസാല ടേസ്റ്റ് ഇഷ്ടമല്ല. പിന്നെ സാമ്പാർ വേണ്ടെന്ന് മുളക് കൃഷി മതി. ഉള്ളി ഉരുളൻകിഴങ്ങും കൊണ്ട് മുളക് കൃഷിയും. കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ ഈ മുളക് കൃഷിയത്തിന് പരിപ്പും കൂട്ടാനാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അമ്മ തക്കാളിയും പരിപ്പൊക്കെ ചേർത്ത് മുളക് കൃഷി വയ്ക്കുക. ഞാൻ പറയാം മോള് പരിപ്പും കൂട്ടാൻ. അപ്പം ഇന്ന് ഉള്ളി ഉരുളൻകിഴങ്ങും കൊണ്ട് പരിപ്പും കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. വേറെ എന്തൊക്കെയാ? ഈ കയ്പ്പയ്ക്ക ഒന്നുമില്ല, വെറുതെ വേവിച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് ഇവിടെ. ഇത് വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് ഇങ്ങനെ മുരിച്ചെടുക്കുന്ന ഒരു പരിപാടിയില്ലേ ഇവിടെ. നമ്മൾ ഗ്യാസിലൊക്കെ അല്ലേ ഉണ്ടാക്കുക, അതും അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ. അപ്പം മുരിയലൊക്കെ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ചിലർ ഇങ്ങനെ അടുപ്പിലൊക്കെ കനലിലൊക്കെ ഇട്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ച് അങ്ങനെ കനലിൽ, അത് ഇരുമ്പ് ചട്ടിയിലോ കനലിലോ അങ്ങനെ അടുപ്പിൻ്റെ മുകളിൽ വെക്കും. അങ്ങനെ അത് എണ്ണയിൽ കിടന്ന് വാടി അങ്ങനെ കിട്ടും. നല്ല ടേസ്റ്റാണ് അത്. പക്ഷെ നമ്മളിവിടെയൊക്കെ ഇപ്പോൾ എളുപ്പപ്പണിയല്ലേ, അടുപ്പന്നെ കത്തിക്കാറില്ല. നമ്മുടെ വീട്ടിൽ അടുപ്പുണ്ട്, പക്ഷെ എനിക്ക് ലങ്സിന് പ്രശ്നമുള്ളത് കൊണ്ട് പുക പാടില്ല. പുകയുടെ മണം അടിച്ചാൽ ഞാൻ ഓടും. അതുകൊണ്ട് അടുപ്പ് കത്തിക്കില്ല.
അതുകൊണ്ട് അടുപ്പിൽ വെച്ച് കിട്ടുന്ന സ്വാദും ഗുണങ്ങളൊന്നും ഇപ്പം നമ്മുടെ വീട്ടിലില്ല. നമുക്കത് നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ അടുപ്പൊന്നും ഉപയോഗിക്കില്ല അല്ലേ? അതെ, നമ്മൾ ഗ്യാസും എന്താ സാധനത്തിന് പറയാ, ഇൻഡക്ഷൻ കുക്കറും അതൊക്കെ നമ്മൾ ഉപയോഗിക്കും. നമുക്ക് അടുപ്പൊന്നും ശരിയാവില്ല. ഈശ്വരോ രക്ഷ. എനിക്ക് ദിവസം ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അത് നമുക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇന്നേ വരെ അത് അരച്ച് നോക്കിയിട്ടില്ല. ഞാൻ അമ്മോട് ചോദിച്ചമ്മ ചുട്ടരച്ച ചമ്മന്തി, അതിന് അടുപ്പും കല്ലൊക്കെ വേണം പറഞ്ഞു അമ്മ. ഞാൻ പറഞ്ഞു അടുപ്പും കല്ലൊന്നും ഇല്ല, ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കണം. ഈ ഗ്യാസില് ഈ പപ്പട കമ്പിയില് അതില് ഈ തേങ്ങാപ്പൂള് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഞാൻ വീഡിയോ കണ്ടതാട്ടോ, യൂട്യൂബിൽ അങ്ങനെ ഈ ചുടുന്നത്. അതിപ്പോൾ ഈ വഴുതനങ്ങ അങ്ങനെ ചുടുന്നത് കണ്ടിട്ടുണ്ട്, അതുപോലെ തേങ്ങാപ്പൂൾ അങ്ങനെ ചുടുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ഗ്യാസ് ഫ്ലെയിമിൽ ചുട്ടെടുത്തിട്ടുള്ള ഒരു ചുട്ടരച്ച ചമ്മന്തി പ്രതീക്ഷിക്കാം എപ്പോഴേക്കും കേട്ടോ. അത് ഈ അടുപ്പിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ. അങ്ങനെ ഒരു ചുട്ടരച്ച ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട്. പിന്നെ പൊതിച്ചോറ് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഒരാൾ. അപ്പോൾ അരയ്ക്കാം ചുട്ടരച്ച ചമ്മന്തി എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായി, ചുട്ടരച്ച ചമ്മന്തിയുടെ ഒരു വീഡിയോ ആവും, പൊതിച്ചോറിൻ്റെ ഒരു വീഡിയോ ആവും അല്ലേ? ഒക്കെ ചെയ്യാം, മനസ്സിലുണ്ട്. ഇപ്പം എപ്പോഴാണെന്ന് മാത്രമേ അറിയാത്തതുള്ളൂ. നമ്മുടെ അരിയട്ടെ കേട്ടോ. ഞാൻ വേഗം അരിയട്ടെ. വർത്താനം പറഞ്ഞിരുന്ന അങ്ങനെ ഇരിക്കും. ഓക്കെ, സത്യം പറഞ്ഞാൽ കുക്കിങ്ങിൽ എനിക്ക് ഏറ്റവും എന്താ പറയുക ദേഷ്യമുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് ഈ വെജിറ്റബിൾസ് അരിയല കേട്ടോ. ഈ ക്യാരറ്റൊക്കെ അരിയാൻ കൂടെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ തലയ്ക്ക് പ്രാന്ത് പിടിക്കും. എനിക്ക് പച്ചക്കറി അരിയൽ പോലെ കൂട്ടാൻ്റെ കഷ്ണങ്ങളൊക്കെ അരിയാൻ കുഴപ്പമില്ല, അത് വേഗം കഴിയും. പക്ഷേ ഈ ഉപ്പേരിക്കൊക്കെ അരിയാൻ നിൽക്കുമ്പോഴേ പക്ഷേ പാവമ്മ അത്രയും കാലം ചെയ്ത് ഒരു ബോറടി ഉണ്ടെങ്കിലും അമ്മ ചെയ്ത് പാവം നമ്മളെ കൂട്ടിയതല്ലേ. അപ്പോൾ തിരിച്ചെന്തെങ്കിലും ഒരു സഹായം നമ്മളും ചെയ്യണ്ടേ? അപ്പോൾ എനിക്ക് ബോറടി ആയിട്ടുള്ള കാര്യമാണെങ്കിലും അമ്മ ഓർക്കുമ്പോൾ ചെയ്യാൻ തോന്നും. നിൻ്റെ തൊലി ഞാൻ ഒരിക്കുള്ളൂ, നിൻ്റെ തൊലി ഞാൻ ഒരിക്കുള്ളൂ അല്ലേ? പാവ ഉള്ളിയുടെ തൊലി ഒരിക്കുക എന്ത് വലിയ കുറ്റമാണ് നമ്മൾ ഉള്ളിയോട് ചെയ്യുന്നത് നോക്കിയേ. നമ്മളെയൊക്കെ തൊലി ഇരിക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ? അതുപോലെ പാവ ഉള്ളിക്ക് സങ്കടം ഉണ്ടാവും ഇല്ലേ ഉള്ളി? ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇവർക്കൊക്കെ ജീവനുള്ളതല്ലേ, ഇവരപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ എന്നൊക്കെ. എന്നിട്ട് ഭ്രാന്താണെന്നൊന്നും വിചാരിക്കരുതേ, എൻ്റെ ഓരോ ചിന്തകൾ അങ്ങനെയാ. അതുപോലെ ഒരു ചെടി ഈ പറഞ്ഞ കൂട്ട് അതിന് ചവിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിയാതെ കാല് തട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും അതിന് വെഞ്ചുണ്ടാവുമോ, ഇതൊന്ന് തൊട്ട് തലയിൽ വെക്കും. ഇത് ആരെങ്കിലും കണ്ടാക്കി ഭ്രാന്താന്നൊക്കെ വിചാരിക്കില്ലേ? എന്നാലും അല്ല, ഞാൻ
അങ്ങനെ തൊട്ടൊക്കെ തലയിലിരിക്കും. അത് എൻ്റെ ഒരു തോന്നലില്ല, എനിക്കൊരു സമാധാനമില്ല. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു സ്വഭാവം തന്നെ മൃഗങ്ങളോട് വർത്താനം. ഏതെങ്കിലും ഒരു മൃഗം ഉണ്ടെങ്കിൽ അതിനോട് എനിക്ക് ഇഷ്ടമാണ്. പാപ്പുണ്ണി ഉണ്ടായിരുന്നപ്പോൾ പാപ്പുണ്ണിയോട് ഇങ്ങനെ പറയും. പശുവിനോട്, പട്ടിക്കുട്ടിയോട്, അതുപോലെ ചെടികളൊക്കെ വർത്താനം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോടൊക്കെ. അതല്ലേ ഞാൻ നിങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞു കൊല്ലുന്നത്, കത്തി വെച്ച് കൊല്ലുന്നത്. അല്ല, നിങ്ങൾക്ക് എൻ്റെ വർത്താനം ഇഷ്ടമാണെന്ന് കമൻറ്റ് കാണുന്നതുകൊണ്ടാണ് കേട്ടോ. വർത്താനം പറഞ്ഞത് കേട്ടിരിക്കാൻ രസമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പറയുന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ പറയില്ല. പക്ഷെ ഞാൻ ചെടികളോടും മൃഗങ്ങളോടൊക്കെ വർത്താനം. ഇത് നമ്മുടെ ഉരുളൻകിഴങ്ങാണ്. ഇതിന് ക്യാരറ്റ് തൊലി കളയുന്ന സാധനം ഈ പീലറില്ലേ, ഈ പീലർ വെച്ചിട്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ കളയാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഈ സാധനം ഉപയോഗിക്കും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ ചേച്ചിക്ക് കുഞ്ഞായിരിക്കുമ്പോൾ പഠിക്കുന്ന കാലത്ത് ഗിഫ്റ്റ് കിട്ടിയത്, സമ്മാനം കിട്ടിയതാണ്. ചേച്ചി ക്ലാസ് ഫസ്റ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ക്ലാസ് ഫസ്റ്റൊക്കെ ആയപ്പോൾ നമ്മുടെ ഒരു ഫാമിലിയിൽ, അതെ, ഒരു അമ്മാവൻ തന്നെയാണ് തോന്നുന്നു ചേച്ചിക്കൊരു സമ്മാനമായിട്ട്. അത് അങ്ങനെയല്ല കേട്ടോ, ചേച്ചിയുടെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് എങ്ങാണ്ടോ വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനമായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ ആ ഫ്രണ്ടാണ് ചേച്ചിക്ക് കൊടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പഠിച്ചിട്ട് അല്ല പാസ്സായപ്പോൾ കിട്ടിയ സമ്മാനം പോലെ കൊടുത്തായിരിക്കും. അങ്ങനല്ല. നമുക്ക് കുറച്ച് പരിപ്പിടാം. പരിപ്പും കൂട്ടാനല്ലേ വയ്ക്കുന്നത്, അപ്പോൾ കുറച്ച് പരിപ്പിടാം. ഓ, എത്ര വേണമെന്ന് നമുക്കൊന്ന് കഴുകിയെടുക്കാം. പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിലിടാം കേട്ടോ. ഇനി നമ്മുടെ ഈ പരിപ്പും പിന്നെ ഉള്ളി ഉരുളൻകിഴങ്ങ് അരിഞ്ഞ് വെച്ചതും എല്ലാം കൂടെ കുക്കറിലേക്ക് കമഴ്ത്താം. നമുക്ക് ആദ്യം പരിപ്പ് കുക്കറിനകത്തിടാം കേട്ടോ. കഴുകി വെച്ച പരിപ്പാണേ. ഇത് നമുക്കതിലേക്ക് ഇടാം. എന്തല്ലേ ഇനി നമ്മൾ വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുമ്പോഴാണ്
ഒരു അബദ്ധം പറ്റിയത്, ഈ പാത്രത്തിന് ഓട്ടയുണ്ട്, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. വെള്ളം കുറച്ച് ടേബിളിൻ്റെ മുകളിലായി, ഞാൻ കുറച്ച് കളയണം. കുറച്ച് മഞ്ഞൾ പൊടി ഇടണം. മതിയാവുമെന്ന് വിചാരിക്കാം. ഒരുപാടായ മഞ്ഞൾപ്പൊടിയുടെ ഒരു ചുവ വരും. പരിപ്പും കൂടെ ഉള്ളതല്ലേ, കുറച്ചും കൂടെ ഇടാം. എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ സംശയങ്ങൾ, കൂടുമോ കുറയുമോ എന്നൊക്കെ. ഇതിൽ ആവശ്യത്തിന് വെള്ളം. ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് പാകത്തിന് വെള്ളം മതി. പിന്നെ പരിപ്പുള്ളത് കൊണ്ട് അതും കൂടെ കണക്കാക്കി വെള്ളം ഒഴിക്കണം. ഇല്ലെങ്കിൽ പരിപ്പ് കരിയും, ഒക്കെ പാടെ കരിയും. ഇത്രയും വെള്ളം ഇരുന്നോട്ടെ. ഉപ്പ് ഇത് വന്നതിന് ശേഷം ഇടാറുള്ളൂ. ഇവിടെ കുക്കറി ഷോയിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഉപ്പ് ചേർത്ത് വേവിക്കുന്നത്. ഇവിടെ ആ സിസ്റ്റം അല്ല, ഇവിടെ വന്നതിന് ശേഷം ഉപ്പ് ഇടാറുള്ളൂ. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം 2 പച്ചമുളക് ഞാൻ നെടുക കീറി കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൂടി ഇടാം. എരിവ് കൂടുമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ പോരാൻ കഴിഞ്ഞ് തുറന്നിട്ട് പിന്നെ തിളപ്പിക്കുമ്പോൾ ഇടാം. അയ്യോ അമ്മേ ശരണം, നന്നായിട്ടിങ്ങനെ അടയ്ക്കാനേ. ഇതിൻ്റെ വിസിൽ എവിടെ? ഇവിടെ വിസിൽ കണന്ന് മനസ്സിലാവാനൊരു കൂട്ടാൻ വയ്ക്കുന്ന കുക്കറിൻ്റെ വിസിൽ ഇല്ല, ഈ മഞ്ഞൾപ്പൊടിയുടെ നിറം ഇങ്ങനെ ഉണ്ടാവും. ഇതപ്പോൾ കണ്ടാൽ മനസ്സിലാവും. മറ്റേ കുക്കറിൻ്റെ വേറൊരു വിസിലുണ്ട്, അത് കണ്ടോ, രണ്ടും ഇങ്ങനെ സെയിം പോലെയാണ്. പക്ഷെ അപ്പം തിരിച്ചറിയാനൊരു വഴിയത്. ഇതാണ് ഇതിൻ്റെ. നമ്മൾ ഈ വിസിൽ എടുത്തിട്ടേ ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഒന്ന് ഊതണം കേട്ടോ. ഇങ്ങനെ അയ്യോ എൻ്റെ ക്യാമറ അങ്ങനെ ഇങ്ങനെ. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വലുതും പോയിട്ട് അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഊതിയാലൊന്നും ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നോക്കുമെന്ന് നിൽക്കാറില്ല. എന്നാലും അമ്മ ഊതുന്ന പോലെ ഞാനും ഒന്ന് ഊതി നോക്കാം. എൻ്റെ ഊത്തിന് ശക്തിയില്ല. ഇതിൻ്റെ ഉള്ളിൽ വല്ലതും പോയി അടഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കറിൻ്റെ മുകളിൽ ഇതിട്ടത് പൊട്ടിത്തെറിക്കും വിസിലിൻ്റെ പ്രഷർ കാരണം. അപ്പോൾ അങ്ങനെ അടയാതിരിക്കാനാണ് നമ്മളത് അങ്ങനെ ഊതിയിട്ട് ഇതിലിടുന്നത്. അപ്പം അത് ശ്രദ്ധിക്കണം. ചിലരത് ശ്രദ്ധിക്കില്ല, അപ്പോഴാണ് പ്രശ്നം. ഇതിൻ്റെ മുകളിൽ ഓക്കെ. ഇനി നമുക്കിത് അതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാം. ഭഗവാനെ രക്ഷിക്കണേ. കിട്ടി. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇനി വിസിൽ വരട്ടെ കേട്ടോ. ഇപ്പോൾ ഇവിടെ തൈര് കടയാറുള്ളത് മിക്സി ഉപയോഗിച്ചാണ് കേട്ടോ. മുമ്പൊക്കെ കൈകൊണ്ട് കടഞ്ഞിരുന്നു, ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും. ഇപ്പോൾ പിന്നെ ഇതാണ് ചെയ്യാറുള്ളത്. അരപ്പ് ചേർക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ചേച്ചി വിളിച്ച സമയമായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് സംസാരിക്കുകയായിരുന്നു. തേങ്ങയും ജീരകവും കൂടെ കൂട്ടിയ അരപ്പാണ് അത്. അമ്മ അതിൽ ചേർത്ത് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതാ ഉപ്പേരി, കയ്പ്പയ്ക്ക ഉപ്പേരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് ചാമരി ചോറ് വയ്ക്കുകയാണ്. ചാമരി അച്ഛനുള്ളതാണ്.
അച്ഛനിടയ്ക്ക് ചാമയുടെ ചോറൊക്കെ കൊടുക്കാറുണ്ട്. മില്ലറ്റല്ലേ, നല്ലതാണ്. ചാമ അതുപോലെ റാഗി ഇതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അത് ചോറാക്കി വാർക്കുകയാണ്. അമ്മേനെ അച്ഛനെയൊക്കെ വീഡിയോയിൽ നല്ലോണം കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അച്ഛനെ അമ്മയൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. അച്ഛൻ ഇതാ ഇവിടെ ഇരുന്ന് ടി വി കാണുന്നു. ഞാൻ അച്ഛനെ കണ്ടില്ലെന്ന് പറയല്ലേ. അങ്ങനെ ഉച്ചയുണ്ട സമയമായി. നല്ല മട്ടരി ചോറും നമ്മുടെ സ്വന്തം കാഴ്ചയും മോരും കയ്പയ്ക്കപ്പേരയും പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഉള്ളി ഉരുളൻകിഴങ്ങ് പരിപ്പും കൂട്ടാൻ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അലങ്കാരത്തിനൊരു പപ്പടവും, അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ദിവ്യയുടെ സ്ഥിരം ശൈലിയിലുള്ള ഉച്ചയൂണ്. ഈ ഉച്ചയൂണോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയുടെ കർട്ടൻ വീഡിയോയാണ് കേട്ടോ. നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വീണ്ടും കാണാം. ഓക്കെ, അതുവരേക്കും ടാറ്റാ, ബൈ.